ഹായ് ഫ്രണ്ട്സ്, ലോ വിസ്റ്റ ഫൗണ്ടേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് എന്ന പങ്ക്തിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ നാൾവഴികളിലൂടെയുള്ള യാത്ര നമുക്ക് തുടരാം. പിന്നിട്ട് നാൾവഴികളിൽ നമ്മുടെ ഭരണഘടന നേരിടേണ്ടി വന്ന എതിർപ്പുകളെയും വെല്ലുവിളികളെയും കുറിച്ച് പുതിയൊരു അറിവ് പകർന്നു നൽകുവാൻ ഈ യാത്ര സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിലൂടെ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും അതുപോലെ പലപ്പോഴായി നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, അതായത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിശുദ്ധമായ നീതിശാസ്ത്ര സങ്കല്പം എന്താണെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാനും ഈ രാജ്യത്തെ ഒരു വ്യക്തിയും സ്ഥാപനവും അധികാര കേന്ദ്രവും മറ്റൊന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉപരിയല്ല എന്നും ഭരണഘടനയെ നിരാകരിച്ചുകൊണ്ട് ആർക്കും ഒരു അധികാരസ്ഥാനത്തിനും നമ്മുടെ ജനാധിപത്യ റിപ്പബ്ലിക്കൻ വ്യവസ്ഥിതിയിൽ നിലനിൽപ്പില്ല എന്നുമുള്ള പരമമായ അറിവിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം ന്യായമായ ഒരു സംശയവും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നേക്കാം. അതായത്, എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രവുമായി ഇടചേർന്ന് കിടക്കുന്ന ഭരണഘടനാ ചരിത്രത്തെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ചരിത്രകാരന്മാർ എടുക്കുന്നില്ല? ചരിത്ര പ്രധാനമായ കോടതി വിധികൾ അവയുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലും പരിപ്രേക്ഷ്യത്തിലും എന്തുകൊണ്ട് വിശകലനം ചെയ്യുന്നില്ല? നിയമവിദ്യാർത്ഥികൾക്ക് മാത്രമായുള്ള പാഠ്യക്രമത്തിന്റെ ഭാഗമായി ഒതുക്കാതെ വിശാലമായ ക്യാൻവാസിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള വിധികൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഇതിനൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ 1973 ഏപ്രിലിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയമനത്തിൽ ഇന്ദിരാഗാന്ധി സർക്കാർ നടത്തിയ വഴിവിട്ട ഇടപെടലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു. 25 ഏപ്രിലിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന 3 ന്യായാധിപന്മാരെ മറികടന്നാണ് ജസ്റ്റിസ് AN റേയെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുവാൻ ഇന്ദിരാഗാന്ധി സർക്കാർ തീരുമാനിച്ചത്. അന്ന് സീനിയോറിറ്റിയിൽ 4ാമത് മാത്രമായിരുന്ന ജസ്റ്റിസ് റേയെ സംബന്ധിച്ചിടത്തോളം ആ ചീഫ് ജസ്റ്റിസ് പദവി വന്നു ചേരുവാൻ വളരെ വിദൂരമായ ഒരു സാധ്യത മാത്രമായിരുന്നു. മിക്കവാറും ഒരിക്കലും എത്തിപ്പിടിക്കുവാൻ പറ്റാത്ത ഒരു ഭാഗ്യം. കാരണം സുപ്രീം കോടതിയിലെ സർവീസ് സീനിയോറിറ്റിയിൽ ജസ്റ്റിസ് റേയ്ക്ക് തൊട്ടുമുകളിൽ ഉണ്ടായിരുന്ന ജസ്റ്റിസ് AN ഗ്രോവർ റേയെക്കാളും 17-18 ദിവസം ചെറുപ്പമായിരുന്നു. അതായത് സാധാരണഗതിയിൽ ജസ്റ്റിസ് ഗ്രോവർ ചീഫ് ജസ്റ്റിസായി ഇരിക്കുമ്പോൾ തന്നെ ജസ്റ്റിസ് റേ ചീഫ് ജസ്റ്റിസ് ആകാതെ സർവീസിൽ നിന്ന് വിരമിക്കുമായിരുന്നു. എന്തായാലും വഴിവിട്ട ഈ നിയമനം വഴി 1973 ഏപ്രിൽ 26 മുതൽ 1977 ജനുവരി 28 വരെ ഏകദേശം 3 വർഷവും 9 മാസവും ജസ്റ്റിസ് റേക്ക് ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരുവാൻ സാധിച്ചു. ഇന്ദിരാഗാന്ധിയുടെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ലോ കമ്മീഷനിലെ 1ാം ലോ കമ്മീഷന്റെ ചെയർമാനായിരുന്ന MC സതൽവാൾ, അതിലെ അംഗമായിരുന്ന ജസ്റ്റിസ് MC ചഗ്ല, അതിലെ ഇൻകം ടാക്സ് ആക്ട് റീകാസ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്ന നാനി പൽക്കിവാല, ഇവരെല്ലാവരുമായിരുന്നു പ്രധാനമായി ഇന്ദിരാഗാന്ധിയുടെ ഈ നടപടിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാനായി മുന്നോട്ട് വരികയും അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. ഇവിടെ ഈ നടപടിയെ നാനി പൽക്കിവാല വിശേഷിപ്പിച്ചത് ചെകുത്താൻ വേദമോതുന്നു, അതായത് വേദപുസ്തകം ഉയർത്തിപ്പിടിച്ച് തന്റെ നടപടിയെ ചെകുത്താൻ ന്യായീകരിക്കുന്നത് പോലെയാണ് ലോ കമ്മീഷൻ റിപ്പോർട്ടിനെ ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര സർക്കാർ തങ്ങളുടെ നടപടിയെ ന്യായീകരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിമാരും, അതായത് മോഹൻകുമാർ അമംഗലവും സിദ്ധാർത്ഥ ശങ്കർ റേയും HR ഗോഖലെയും എല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യം, രാജ്യത്തിന് വേണ്ടത് ഒരു കമ്മിറ്റഡ് ജുഡീഷ്യറി, അതായത് രാജ്യത്തിന്റെ സോഷ്യൽ ഫിലോസഫിയോടും എക്കണോമിക് ഫിലോസഫിയോടും ചേർന്ന് നിൽക്കുന്ന ഒരു ജുഡീഷ്യറിയാണ് വേണമെന്ന് വളരെ ഓപ്പണായിട്ട് തന്നെ അവർ ഡിക്ലെയർ ചെയ്തിരുന്നു. ഇതിന് നാനി പൽക്കിവാല മറുപടി പറഞ്ഞത് കമ്മിറ്റഡ് ജഡ്ജ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു പദവൈരുദ്ധ്യമാണ് എന്നാണ്. അതായത് ബോയിലിംഗ് ഐസ്ക്രീം എന്ന് പറയുന്നത് പോലെ, തിളയ്ക്കുന്ന ഐസ്ക്രീം എന്ന് പറയുന്നത് പോലെയാണ് ഒരു കമ്മിറ്റഡ് ജഡ്ജ് എന്ന പദപ്രയോഗം. ഒരു ജഡ്ജിന് അതായത് വിധേയത്വമുള്ള ഒരു ന്യായാധിപൻ, ഒരു ജഡ്ജിന് ഒരാൾക്ക് ഒന്നുകിൽ വിധേയത്വമുള്ള ആളാവാം അല്ലെങ്കിൽ ജഡ്ജിയാകാം. ഒരിക്കലും അയാൾക്ക് വിധേയത്വമുള്ള ഒരു ന്യായാധിപൻ ആകുവാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു ന്യായീകരണം ജസ്റ്റിസ് AN റേയെ അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള മെയിൻ റീസൺ അദ്ദേഹത്തിന്റെ മെറിറ്റ് ആണ് എന്നുള്ളതായിരുന്നു. ആ ആർഗ്യുമെന്റ് ടോട്ടലി അബ്സേർഡ് ആയിരുന്നു. നമ്മൾ ഈ 4 ജഡ്ജിമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അക്കാഡമിക് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെങ്കിലും ഈ 4 ജഡ്ജിമാരും ഒട്ടും മോശക്കാരായിരുന്നില്ല. ജസ്റ്റിസ് JM ശൈലത്തും ജസ്റ്റിസ് AN ഗ്രോവറും ജസ്റ്റിസ് AN റേയും ഇംഗ്ലണ്ടിൽ നിയമബിരുദം നേടി ബാരിസ്റ്റേഴ്സായി എൻറോൾ ചെയ്ത് അതിനുശേഷം ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് തുടങ്ങിയവരായിരുന്നു. ജസ്റ്റിസ് KS ഹെഗ്ഡെ മദ്രാസ് ലോ കോളേജിൽ നിന്ന് സുത്യർഹമായ വിധത്തിൽ നിയമബിരുദം നേടിയ ആളാണ്. ജസ്റ്റിസ് JM ശൈലത്തും KS ഹെഗ്ഡെയും
ഹൈക്കോടതികളിൽ, അതായത് ജസ്റ്റിസ് ജെ എം ഷെൽത്ത് ഗുജറാത്ത് ഹൈക്കോടതിയുടെയും ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ ഡൽഹി ഹൈക്കോടതിയുടെയും ചീഫ് ജസ്റ്റിസുമാരായിരുന്നു. അങ്ങനെ അവർ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ഈ 4 ജഡ്ജിമാരും യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളിലും ഒരിക്കലും പെട്ടിട്ടുമില്ല. മാത്രമല്ല, ജസ്റ്റിസ് എ എൻ ഗ്രോവർ, അതായത് ജസ്റ്റിസ് എ എൻ റേക്ക് തൊട്ടുമുകളിൽ ഉണ്ടായിരുന്ന ജസ്റ്റിസ് ജെ എം ശൈലത്തിനും ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെക്കും താരതമ്യേന കാലാവധി കുറവായിരുന്നെങ്കിൽ പോലും ജസ്റ്റിസ് എ എൻ ഗ്രോവറിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം നോർമൽ ടെനുവറിൽ അദ്ദേഹത്തിനെ ചീഫ് ജസ്റ്റിസായി അപ്പോയിന്റ് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി 32 മാസം, അതായത് 2 വർഷവും 8 മാസവും അദ്ദേഹം തുടരുമായിരുന്നു. അതുകൊണ്ട് തന്നെ മെറിറ്റ് ആണ് അല്ലെങ്കിൽ കാലാവധിയിലെ പരിമിതിയാണ് എ എൻ റേയെ അപ്പോയിന്റ് ചെയ്യുവാനുള്ള കാരണം എന്ന് പറയുന്നത് തീർത്തും ഇല്ലോജിക്കലായിരുന്നു. 3 ന്യായാധിപന്മാരെ മറികടന്ന് ചീഫ് ജസ്റ്റിസായി നിയമിക്കുവാൻ ഇന്ദിരാഗാന്ധിയുടെ ആദ്യത്തെ ഓപ്ഷൻ ജസ്റ്റിസ് എ എൻ റേ അല്ലായിരുന്നുവെന്നും അത് ജസ്റ്റിസ് കെ കെ മാത്യു ആയിരുന്നുവെന്നും നിയമജ്ഞരുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട്. അന്ന് ജസ്റ്റിസ് കെ കെ മാത്യു സീനിയോറിറ്റിയിൽ 8ാമനായിരുന്നു. അതായത് അദ്ദേഹത്തിന് മുമ്പ് ജസ്റ്റിസ് ജെ എം ശൈലത്ത്, കെ എസ് ഹെഗ്ഡെ, എ എൻ ഗ്രോവർ, എ എൻ റേ, ഡിജി പലേക്കർ, ജസ്റ്റിസ് ജഗൻമോഹൻ റെഡ്ഡി, എച്ച് ആർ ഖന്ന, പിന്നെ ജസ്റ്റിസ് കെ കെ മാത്യു. ജസ്റ്റിസ് കെ കെ മാത്യുവിനോട് സർക്കാർ ഒരു ഓഫർ വച്ചതുമാണ്. പക്ഷേ ജസ്റ്റിസ് കെ കെ മാത്യു ആ ഓഫർ നിരസിക്കുവാനുണ്ടായത്. എങ്ങനെയാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഭരണഘടന ഏറെക്കുറെ നിശബ്ദമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്നു കാണുന്ന കൊളീജിയം സിസ്റ്റം അന്ന് നിലവിലില്ല. ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ വിഭാവന ചെയ്തിട്ടുള്ള ഒരു സംവിധാനമല്ല. അത് 1993 2ാം ജഡ്ജസ് കേസ് എന്നറിയപ്പെടുന്ന സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ സുപ്രീം കോടതി വിധിന്യായത്തിന്റെ പുറത്ത് നിലവിൽ വന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ പിന്നീട് 1998 3ാം ജഡ്ജസ് കേസ് എന്ന കേസിലെ വിധിന്യായത്തിന്റെ പുറത്ത് ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നോക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 പ്രകാരം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമെന്ന് തോന്നുന്ന പ്രകാരം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുമായി ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലാത്ത മറ്റു ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായി കൺസൾട്ട് ചെയ്യണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഷുഡ് ബി കൺസൾട്ടഡ് എന്നാണ്. അതായത് അദ്ദേഹവുമായി ചർച്ച നടത്തിയിരിക്കണം എന്നാണ് ഭരണഘടന പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ കൺകറൻസ് വേണമെന്ന് ഭരണഘടന സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നില്ല. ഭരണഘടനയുടെ നിർമ്മാണ വേളയിൽ തലശ്ശേരിയിലെ അഭിഭാഷകനും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗവുമായിരുന്ന ബി പോക്കിർ സാഹിബ് ഒരു ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം നിർദ്ദേശിച്ച ഭേദഗതി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുമ്പോൾ രാഷ്ട്രപതി തീർച്ചയായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കൺകറൻസ്, അതായത് സമ്മതം വാങ്ങിച്ചിരിക്കണം എന്നുള്ളതായിരുന്നു. അതിനായി അദ്ദേഹം പ്രധാനമായി ആശ്രയിച്ചത് സുപ്രീം കോടതിയുടെ മുൻഗാമി എന്ന് നമുക്ക് വിളിക്കാവുന്ന ഫെഡറൽ കോർട്ടിലെയും ഹൈക്കോടതികളിലെയും ന്യായാധിപന്മാരുടെ ഒരു കോൺഫറൻസിൽ, അതായത് ഫെഡറൽ കോർട്ടിലെ ജഡ്ജിമാരുടെയും ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെയും ഒരു കോൺഫറൻസിൽ രൂപപ്പെടുത്തിയ ഒരു മെമ്മോറണ്ടം ഓഫ് പ്രൊസീജിയർ MOP ഉണ്ടായിരുന്ന നിർദ്ദേശമായിരുന്നു. പക്ഷേ ആ നിർദ്ദേശത്തെ ഡോക്ടർ BR അംബേദ്കർ നഖശിഖാന്തം എതിർത്തു. ആ നിർദ്ദേശം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ, അതായത് വളരെ അപകടം പിടിച്ച ഒരു നിർദ്ദേശം ആയിരുന്നു എന്നാണ് അതിനെ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. നമ്മളെപ്പോലെ കുറ്റങ്ങളും കുറവുകളും പ്രൈഡും പ്രജുഡിസും മുൻവിധികളും എല്ലാം ഉള്ള ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു വീറ്റോ പവർ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക്, അതായത് ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന് ഒരു ആബ്സല്യൂട്ട് പവർ കൊടുക്കുന്നതും അതുപോലെ ഈക്വലി അപകടകരമാണ്. അതുകൊണ്ട് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സിൽ എക്സിക്യൂട്ടീവിന് അൺലിമിറ്റഡ് പവർ കൊടുക്കുന്ന ബ്രിട്ടീഷ് സിസ്റ്റത്തിനും പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ ചില കാര്യങ്ങളിലെങ്കിലും, അതായത് ചില ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സിലെങ്കിലും പ്രസിഡന്റിന്റെ തീരുമാനം സെനറ്റിന്റെ അംഗീകാരത്തിന് വിടുന്ന അമേരിക്കൻ സിസ്റ്റത്തിനും ഇടയ്ക്കുള്ള ഒരു മിഡിൽ പാത്ത്, അതായിരിക്കും ഇന്ത്യക്ക് അഭികാമ്യം. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പരസ്പരം ചർച്ച ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ചീഫ് ജസ്റ്റിസായി അപ്പോയിന്റ് ചെയ്യും എന്നായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രതീക്ഷ.
ഡോക്ടർ അംബേദ്കറിന്റെ നിർദ്ദേശത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ പൂർണ്ണമായി യോജിക്കുകയും അങ്ങനെ പോക്സോ നിർദ്ദേശിച്ച ഭേദഗതി തള്ളിപ്പോവുകയുമാണ് ഉണ്ടായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തീരുമാനത്തോടും ഭരണഘടനയിലെ പ്രൊവിഷൻസിനോടും കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒന്നാണ് 1958 ഒന്നാം ലോ കമ്മീഷന്റെ 14ാം റിപ്പോർട്ടിലെ ശുപാർശ. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നു. ഒന്നാം ലോ കമ്മീഷന്റെ ശുപാർശ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തിൽ മെറിറ്റ് ആയിരിക്കണം പ്രൈമറി കൺസിഡറേഷൻ, അല്ലാതെ സീനിയോറിറ്റി ആയിരിക്കരുത് എന്നുള്ളതായിരുന്നു. മറ്റൊരു ശുപാർശയായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മിനിമം കാലാവധി ഇറസ്പെക്റ്റീവ് ഓഫ് റിട്ടയർമെന്റ് ഏജ് 5 മുതൽ 7 വർഷമായി നിജപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അതായത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് പ്രായമായ 65 വയസ്സ് കഴിഞ്ഞാൽ പോലും ചീഫ് ജസ്റ്റിസിന് അദ്ദേഹത്തിന് നിജപ്പെടുത്തി കൊടുത്തിട്ടുള്ള 5 മുതൽ 7 വരെയുള്ള വർഷം തുടരാൻ കഴിയണം. ഈ ശുപാർശകൾക്ക് വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു, ഒരു ലോജിക്. നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ 8 വർഷങ്ങളിൽ 5 ചീഫ് ജസ്റ്റിസുമാരാണ് സുപ്രീം കോടതിയെ നയിച്ചത്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ജുഡീഷ്യൽ ഓഫീസർ പദവിയാണ്. അത് ജുഡീഷ്യൽ തലത്തിലും ജുഡീഷ്യറിയുടെ ഭരണപരമായ തലത്തിലും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരു പദവിയാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലെ സൃഷ്ടിപരമായ പരിണാമത്തിന് ചുക്കാൻ പിടിക്കേണ്ട ആളാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനം വഹിക്കുന്ന ആൾ അങ്ങേയറ്റം കഴിവുള്ള ഒരു നിയമജ്ഞനും എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഭരണപാഠവുമുള്ള ഒരാളായിരിക്കണം. സീനിയോറിറ്റി കൊണ്ട് മാത്രം ചീഫ് ജസ്റ്റിസായി നിയമിതനായി 65 വയസ്സിൽ വിരമിക്കുന്ന ഒരാൾക്ക് മിക്കപ്പോഴും തന്റെ ഭരണപാഠവും പ്രദർശിപ്പിക്കുവാനോ നീതിന്യായ വ്യവസ്ഥയിൽ കാതലായ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനോ പലപ്പോഴും കാലപരിമിതി കാരണം കഴിയാറില്ല. പുറകോട്ട് നോക്കുമ്പോൾ അതുതന്നെയാണ് സുപ്രീം കോടതിയുടെ ഇന്നുവരെയുള്ള ചരിത്രം തെളിയിക്കുന്നത്. ഇതായിരുന്നു ലോ കമ്മീഷന്റെ മേൽപ്പറഞ്ഞ ശുപാർശയ്ക്ക് പിറകിലുള്ള ലോജിക് അല്ലെങ്കിൽ യുക്തി. അത് അങ്ങേയറ്റം ക്രിയാത്മകമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ സുപ്രീം കോടതിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ സുപ്രീം കോടതി അതിന്റെ ഐഡന്റിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിനനുസരിച്ച് തന്നെ ആയിരുന്നു ഏറെക്കുറെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ നിയമനങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. അതിന് മാറ്റം വരുന്നത് 1970 ജസ്റ്റിസ് SM സിക്രിയുടെ അപ്പോയിന്റ്മെന്റോട് കൂടിയാണ്. ചീഫ് ജസ്റ്റിസ് SM സിക്രി വളരെ പ്രഗത്ഭനായ, എല്ലാ തരത്തിലും ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ജുഡീഷ്യൽ അതോറിറ്റി തന്നെയായിരുന്നു. ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ ഡിസിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഗോലക്നാഥ് ആണെങ്കിലും കേശവാനന്ദ ഭാരതി കേസാണെങ്കിലും എല്ലാം നോക്കുകയാണെങ്കിൽ അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. അതായത് 1971 ഇലക്ഷനോടുകൂടി, ലോക്സഭാ ഇലക്ഷനോടുകൂടി ഇന്ദിരാഗാന്ധി നേടിയ വൻ വിജയവും അവരുടെ ശക്തമായ തിരിച്ചുവരവുമാണ്. അതോടുകൂടി 1970-71 മുതൽ ഏകദേശം കൊളീജിയൻ സിസ്റ്റത്തിന്റെ തുടക്കം വരെ സുപ്രീം കോടതിയുടെ ആൾമോസ്റ്റ് എല്ലാ ജഡ്ജസിന്റെയും അപ്പോയിന്റ്മെന്റിൽ എക്സിക്യൂട്ടീവിന്റെ ഹൈ ഹാൻഡഡ്നെസ് നമുക്ക് കാണാവുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഏറ്റവും മുതിർന്ന ന്യായാധിപനെ നിയമിക്കുന്ന കീഴ്വഴക്കം എന്നാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്? എങ്ങനെയാണ് ആ കീഴ്വഴക്കം നിലവിൽ വരുന്നത്? ഈ കീഴ്വഴക്കം നിലവിൽ വരുന്നത് 1951 നവംബറിന് ശേഷമാണ്. 1951 നവംബറിന് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഹർലാൽ ജെ കന്യ ആകസ്മികമായി അന്തരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണം കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ കുഴപ്പിക്കുന്ന 2 ചോദ്യങ്ങൾ ഉയർത്തി. ആരായിരിക്കണം ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ്? എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്? അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പരിണതപ്രജ്ഞനായ ഒരു നിയമജ്ഞനായിരിക്കണം. അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഭരണപാഠവും ഉണ്ടായിരിക്കണം. അക്കാലത്ത് ആർട്ടിക്കിൾ 124 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 പ്രകാരം സുപ്രീം കോടതിയുടെ സ്ട്രെങ്ത് 8 ന്യായാധിപന്മാരായിരുന്നു, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. ചീഫ് ജസ്റ്റിസ് ഹർലാൽ ജെ കന്യയ്ക്ക് ശേഷം അന്നത്തെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരുന്നത് ജസ്റ്റിസ് പതാഞ്ജലി ശാസ്ത്രി ആയിരുന്നു. അതിനുശേഷം ജസ്റ്റിസ് മെഹർചന്ദ് മഹാജൻ ആയിരുന്നു. അതിനുശേഷം ജസ്റ്റിസ് BK മുഖർജിയും പിന്നെ ജസ്റ്റിസ് SR ദാസുമായിരുന്നു. എന്തുകൊണ്ടോ ജവഹർലാൽ നെഹ്റുവിന് ജസ്റ്റിസ് പതാഞ്ജലി ശാസ്ത്രിയെക്കുറിച്ച് ഒട്ടും മതിപ്പില്ലായിരുന്നു. വളരെ ദുർബലനായ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ശാസ്ത്രി എന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായം. അതുപോലെ ജസ്റ്റിസ് മെഹർചന്ദ് മഹാജൻ നേരത്തെ കാശ്മീരിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. കാശ്മീർ എക്സസിന്റെ സമയത്ത് തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ജവഹർലാൽ നെഹ്റുവിന് എക്കാലത്തും
ജസ്റ്റിസ് മെഹർചന്ദ് മഹാജനോട് അങ്ങേയറ്റത്തെ ഈർഷ്യയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആക്കുവാൻ ജവഹർലാൽ നെഹ്റു തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റിസ് ജവഹർലാൽ നെഹ്റു പ്രിഫർ ചെയ്ത പേര് അറ്റോർണി ജനറൽ ആയിരുന്ന MC സദൽവാഡിന്റെ പേരായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ നെഹ്റുവിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം MC സദൽവാദിന് അക്കാലത്ത് തന്നെ 65 വയസ്സ് കഴിഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ റിട്ടയർമെന്റ് ഏജ് തന്നെ 65 വയസ്സാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും MC സദൽവാദിനെ അപ്പോയിന്റ് ചെയ്യുവാൻ ജവഹർലാൽ നെഹ്റുവിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ MC സദൽവാദ് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് MC ചഗ്ലയുടെ പേര് ജവഹർലാൽ നെഹ്റുവിനോട് സജസ്റ്റ് ചെയ്യുന്നു. നെഹ്റുവിന് ജസ്റ്റിസ് ചഗ്ലയെക്കുറിച്ച് അങ്ങേയറ്റം മതിപ്പായിരുന്നു. അതിന് കാരണമുണ്ടായിരുന്നു. ജസ്റ്റിസ് ചഗ്ല നേരത്തെ മുഹമ്മദ് അലി ജിന്നയുടെ അടുത്ത സുഹൃത്തും പ്രൊഫഷണൽ കൊളീഗുമായിരുന്നു. പിന്നീട് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ വാദം ഉയർത്തിയപ്പോൾ ജസ്റ്റിസ് ചഗ്ല അദ്ദേഹത്തോട് തെറ്റിപ്പിരിഞ്ഞു. അങ്ങനെ MC ചഗ്ലയ്ക്ക് ഒരു നാഷണലിസ്റ്റ് മുസ്ലിമിന്റെ ഇമേജ് ഉണ്ടായിരുന്നു. മാത്രമല്ല ജസ്റ്റിസ് ചഗ്ല നേരത്തെ വളരെ മികച്ച അഭിഭാഷകനായും ന്യായാധിപനായും ചീഫ് ജസ്റ്റിസുമായും ഒക്കെ കഴിവ് തെളിയിച്ച ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസായി അപ്പോയിന്റ് ചെയ്യുവാൻ ജവഹർലാൽ നെഹ്റു തീരുമാനിക്കുന്നു. പക്ഷേ സുപ്രീം കോടതികളിലെ മറ്റു ജഡ്ജിമാർ അതിനോട് പ്രതികരിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ഹൈക്കോടതിയിൽ നിന്ന് ഒരു ന്യായാധിപനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു ബാക്കിയുള്ള ന്യായാധിപന്മാരുടെ സ്റ്റാൻഡ്. അവർ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു. ജസ്റ്റിസ് ചഗ്ലയെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചാൽ എല്ലാ ജഡ്ജിമാരും, സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാരും ഒരുമിച്ച് രാജി സമർപ്പിക്കും. മറ്റൊരു മാർഗവുമില്ലാതെ ജവഹർലാൽ നെഹ്റു ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി. മറ്റൊരു വേർഷൻ ഉണ്ടായിരുന്നത് ജസ്റ്റിസ് ചഗ്ലയല്ല, സീനിയോറിറ്റിയിൽ മൂന്നാമത് നിന്നിരുന്ന ജസ്റ്റിസ് BK മുഖർജി ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ആദ്യത്തെ ഓപ്ഷൻ എന്നാണ് ഒരു വേർഷൻ. പക്ഷേ ജസ്റ്റിസ് BK മുഖർജി വളരെ മാന്യനായിരുന്നു. അദ്ദേഹം ആ ഓഫർ നിരസിച്ചു. ഇനിയും തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ താൻ രാജിവെക്കുമെന്ന ഒരു ഭീഷണിയും ജസ്റ്റിസ് മുഖർജി ഉയർത്തി. ജവഹർലാൽ നെഹ്റു അവിടെയും പിൻവാങ്ങി. ഇനി മൂന്നാമതൊരു വേർഷൻ, ഇവരാരുമല്ല, സീനിയോറിറ്റിയിൽ നാലാമതായിരുന്ന ജസ്റ്റിസ് SR ദാസ് ആയിരുന്നു നെഹ്റുവിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നൊരു വേർഷനുമുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. ജസ്റ്റിസ് SR ദാസ് പ്രമുഖ കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയും നേതാവുമായിരുന്ന ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിന്റെ ഫസ്റ്റ് കസിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നെഹ്റു അദ്ദേഹത്തെ പ്രിഫർ ചെയ്തു. SR ദാസിന് ചീഫ് ജസ്റ്റിസ് ആയാൽ കൊള്ളാമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിലും സുപ്രീം കോടതി ജഡ്ജിമാർ ഒറ്റക്കെട്ടായി നിന്ന് രാജ്യഭീഷണി മുഴക്കി. അവിടെയും നെഹ്റു പിൻവാങ്ങി. അങ്ങനെ സുപ്രീം കോടതിയിൽ അന്നത്തെ സീനിയർ മോസ്റ്റ് ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് പതാഞ്ജലി ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ഏറ്റവും മുതിർന്ന ന്യായാധിപനെ ചീഫ് ജസ്റ്റിസായി അപ്പോയിന്റ് ചെയ്യുന്ന കീഴ്വഴക്കം ഇന്ത്യയിൽ നിലവിൽ വന്നു. കേന്ദ്ര സർക്കാർ ആദ്യമായി സുപ്രീം കോടതിയിൽ നടപ്പിലാക്കിയ ജഡ്ജസ് സൂപ്പർസിഷൻ 1964 ജനുവരി മാസത്തിലായിരുന്നു. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയം. പശ്ചാത്തലം ഇന്ത്യയുടെ 6ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ബി പി സിൻഹയുടെ വിരമിക്കൽ. അക്കാലത്ത് ജസ്റ്റിസ് സിൻഹയ്ക്ക് ശേഷം സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ന്യായാധിപൻ ജസ്റ്റിസ് ജാഫർ ഇമാം ആയിരുന്നു. ജസ്റ്റിസ് ജാഫർ ഇമാം ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിലെ മികച്ച പബ്ലിക് സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ബാരിസ്റ്ററായി, പിൽക്കാലത്ത് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് പട്ന ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. പിൽക്കാലത്ത് ബീഹാറിന്റെ അഡ്വക്കേറ്റ് ജനറലായി, അതിനുശേഷം പട്ന ഹൈക്കോടതിയിൽ ജഡ്ജിയായി, ചീഫ് ജസ്റ്റിസായി. 1955 54ാമത്തെ വയസ്സിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമിതനായി. അക്കാലത്ത് സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമിതനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ജസ്റ്റിസ് ഇമാം. സീനിയോറിറ്റി മുറയ്ക്ക് പോയിരുന്നുവെങ്കിൽ ചീഫ് ജസ്റ്റിസ് BP സിൻഹയ്ക്ക് ശേഷം ജസ്റ്റിസ് ഇമാം ചീഫ് ജസ്റ്റിസായി നിയമിതനാവുകയായിരുന്നുവെങ്കിൽ അദ്ദേഹമായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ചീഫ് ജസ്റ്റിസ്. പക്ഷേ വിധി അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നത് മറ്റു കുറച്ച് ദൗർഭാഗ്യങ്ങളായിരുന്നു. തുടർച്ചയായുള്ള അനാരോഗ്യം, അതായത് മസ്തിഷ്കാഘാതം, ഹൃദ്രോഗം, ഇതൊക്കെ അദ്ദേഹത്തിനെ മാനസികമായും ശാരീരികമായും തളർത്തി. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി ഏറെക്കുറെ മുഴുവനായി തന്നെ ഇല്ലാതായി. ഒരു സെന്റൻസ് പോലും എഴുതുവാനോ വായിക്കുവാനോ കഴിവില്ലാതായി. കോടതി മുറികളിൽ അദ്ദേഹത്തിന്റെ കൂടെ കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഇരുന്നിരുന്ന ജസ്റ്റിസ് സുബ്ബറാവു പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ളത്, ജസ്റ്റിസ് ഇമാം അഭിഭാഷകരോട് ഏറ്റവും അപ്രസക്തവും അസംബന്ധവുമായ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു.
330,000 തമ്മിലുള്ള വ്യത്യാസം പോലും അദ്ദേഹത്തിന് അറിയാതെയായി. ഒടുവിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സിൻഹയും അറ്റോർണി ജനറലായിരുന്ന സി കെ ദഫ്തരിയും മുൻ അറ്റോർണി ജനറലായിരുന്ന എം സി സദൽവാദും മറ്റു ചില മുതിർന്ന ജഡ്ജിമാരും അഭിഭാഷകരും ഒക്കെ ജവഹർലാൽ നെഹ്റുവിനെ സമീപിച്ച് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അവരുടെ അഭ്യർത്ഥന ജവഹർലാൽ നെഹ്റു ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ജാഫർ ഇമാമിനെ കൊണ്ട് സുപ്രീം കോടതിയുടെ ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ പ്രശ്നത്തിൽ ഇടപെടുവാൻ എന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു അങ്ങേയറ്റം വിമുഖത കാണിച്ചു? അതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്, നേരത്തെ അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹല്ലാൽ ജെ കന്നിയുടെ കാര്യത്തിലും അതിനുശേഷം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പതാഞ്ജലി ശാസ്ത്രിയുടെ കാര്യത്തിലും അതിനുശേഷം വന്ന മെഹർചന്ദ് മഹാജന്റെ കാര്യത്തിലുമൊക്കെ അവരുടെയൊക്കെ എഫിഷ്യൻസിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യക്ഷമതയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു കാണിച്ചിരുന്ന കൺസേൺ ഈ ഒരു കാര്യത്തിൽ ഒട്ടുമേ അദ്ദേഹം കാണിച്ചില്ല. അതിന് കാരണം ജാഫർ ഇമാമിന്റെ കുടുംബം പാരമ്പര്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായിരുന്നു. മറ്റൊന്ന്, ജാഫർ ഇമാമിന്റെ കുടുംബവും നെഹ്റു കുടുംബവുമായി വളരെ അടുപ്പവും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഉപരി ജവഹർലാൽ നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ അലട്ടിയത് ജാഫർ ഇമാം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നായതുകൊണ്ട്, അതും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നായതുകൊണ്ട് അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ആകുവാനുള്ള സാധ്യത നിഷേധിച്ചാൽ ഉണ്ടാകാവുന്ന പ്രതിഷേധത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ശരിക്കും ഭയന്നിരുന്നു. അതുകൂടാതെ പാകിസ്ഥാൻ ഈ ഒരു പ്രശ്നം കുത്തിപ്പൊക്കി തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നും ജവഹർലാൽ നെഹ്റു ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഒടുവിൽ മറ്റൊരു ഗത്യന്തരവുമില്ലാതെ ജവഹർലാൽ നെഹ്റു ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ജസ്റ്റിസ് ഇമാമിനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഒരു വിദഗ്ധ മെഡിക്കൽ സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മെന്റൽ ഹെൽത്തിനെ സംബന്ധിച്ച്. ഒടുവിൽ ഡോക്ടർമാർ ജവഹർലാൽ നെഹ്റുവിന് ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് പ്രകാരം അക്കാലത്ത് ജസ്റ്റിസ് ഇമാമിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പോലും സോൾവ് ചെയ്യുവാനുള്ള കഴിവില്ലായിരുന്നു. അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് ജസ്റ്റിസ് ഇമാമിന് അക്കാലത്ത് ഒരു സ്കൂൾ കുട്ടിയുടെ ബുദ്ധിശക്തി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. മറ്റൊരു മാർഗവുമില്ലാതെ ജവഹർലാൽ നെഹ്റു ജസ്റ്റിസ് ഇമാമിനോട് രാജിവെക്കുവാൻ ആവശ്യപ്പെടുകയും ജസ്റ്റിസ് ഇമാം രാജിവെക്കുകയും ചെയ്തു. അതായത് 31 ജാനുവരി 1964 ജസ്റ്റിസ് സിൻഹ വിരമിക്കുന്ന അതേ ദിവസം തന്റെ സർവീസും അവസാനിക്കുന്ന രീതിയിൽ ജസ്റ്റിസ് ഇമാം രാജിക്കത്ത് സമർപ്പിച്ചു. അതിനെ തുടർന്ന് അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് PB ഗജേന്ദ്ര ഗഡ്കർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ ഭരണഘടനാ നിയമത്തിൽ അവഗാഹ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ന അമേരിക്കൻ നിയമജ്ഞന്റെ വാക്കുകളിൽ 1966 ജാനുവരി 11 ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് രണ്ട് അവസാനങ്ങളുടെയും ഒരു തുടക്കത്തിന്റെയും ദിവസമായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന മഹാനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ താഷ്കന്റിൽ വെച്ചുള്ള ആകസ്മികമായ അന്ത്യം. മറ്റൊന്ന്, ഫാബിയൻ സോഷ്യലിസത്തിൽ തുടങ്ങി മെഹ്ലാനോബിസ് മോഡലിലൂടെ പരിണമിച്ചു വന്ന നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അന്ത്യം. തുടക്കം ഏകവ്യക്തി കേന്ദ്രീകൃതവും വ്യക്തിപൂജയിലും ഏകാധിപത്യത്തിലും ഊന്നിയുള്ള അധികാര നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ തുടക്കം കുറിച്ച ഇന്ദിരാഗാന്ധി യുഗത്തിന്റെ ആരംഭം. അതിന്റെ പ്രതിഫലനമായിരുന്നു 1969 ജൂലൈ 19 14 പ്രൈവറ്റ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്തുകൊണ്ടുള്ള ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ ഓർഡിനൻസ്. ജൂലൈ 19 ഒരു ശനിയാഴ്ചയായിരുന്നു. പുറത്ത് ആരെയും അറിയിക്കാതെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഒരു പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് ഇറക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമുള്ള ആകാശവാണി ബുള്ളറ്റിനിൽ ഇന്ദിരാഗാന്ധി ഈ വിവരം രാജ്യത്തോട് അറിയിക്കുന്നു. അടുത്ത ദിവസം ഞായറാഴ്ച ഇന്ത്യൻ നിയമരംഗത്തെ പ്രോജ്വല താരമായിരുന്ന വാക്ചാതുരി കൊണ്ടും നിയമവൈഭവം കൊണ്ടും ഇന്ത്യൻ കോടതികളെ എന്നും കോരിത്തെരിപ്പിച്ചിട്ടുള്ള പ്രഗത്ഭ അഭിഭാഷകനായ നാനാഭായ് ആർദേശർ പൽക്കിവാല എന്ന നാനി പൽക്കിവാല ബോംബെയിൽ നിന്നും ഡൽഹിയിൽ പറന്നെത്തുന്നു. അദ്ദേഹത്തിന്റെ ഒബ്രോയ് ഹോട്ടലിലുള്ള റൂമിലിരുന്ന് 2 മണിക്കൂർ കൊണ്ട് പെറ്റീഷൻ തയ്യാറാക്കുന്നു. RC കൂപ്പർ എന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഒരു ഡയറക്ടറായിരുന്നു അതിലെ പെറ്റീഷണർ. പെറ്റീഷൻ അടുത്ത ദിവസം തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്നു. ചൊവ്വാഴ്ച സുപ്രീം കോടതി അത് കേൾക്കാനെടുക്കുന്നു. ഇന്ററിം റിലീഫ് ഗ്രാന്റ് ചെയ്യുന്നു, അതായത് ഇടക്കാല ഉത്തരവ് കൊടുക്കുന്നു. ഈ 14 ബാങ്കുകളിലെയും ഡയറക്ടർമാരെ തൽക്കാലം മാറ്റരുത് എന്നായിരുന്നു ഇടക്കാല ഉത്തരവ്. ഇന്ദിരാഗാന്ധിയുടെ തൻപ്രമാദിത്വത്തിനും ഏകാധിപത്യ പ്രവണതയ്ക്കുമുള്ള കനത്ത ആഘാതമായിരുന്നു ആ ഓർഡർ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ആ ഓർഡിനൻസ് പിന്നീട് നിയമമായി പാർലമെന്റ് പാസാക്കി. അതും ചലഞ്ച് ചെയ്യപ്പെട്ടു. അൾട്ടിമേറ്റ്ലി സുപ്രീം കോടതി ആ നിയമത്തെ നള്ളിഫൈ ചെയ്തു, ഇൻവാലിഡേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്.
ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനേറ്റ കനത്ത ആഘാതമായിരുന്നു ആ വിധി. പിന്നീട് പുതിയ നിയമത്തിലൂടെ അതിനെ വാലിഡേറ്റ് ചെയ്യുവാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിച്ചെങ്കിലും അന്ന് ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിലെ ഒരു ന്യായാധിപന്റെ പേര് പ്രത്യേകം മാർക്ക് ചെയ്തു, ജസ്റ്റിസ് ജെ സി ഷാ. ബാങ്ക് നാഷണലൈസേഷൻ കേസിൽ 11 ജഡ്ജിമാരുടെ ബെഞ്ചിൽ 10 ജഡ്ജിമാരുടെ മെജോറിറ്റി ജഡ്ജ്മെന്റ് എഴുതിയത് ജസ്റ്റിസ് ജെ സി ഷാ ആയിരുന്നു. 1971 അടുത്ത വർഷം അടുത്ത നിയമയുദ്ധത്തിന്റെ കളമൊരുങ്ങി. മുൻ നാട്ടുരാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കിക്കൊണ്ടുള്ള നിയമം ഇന്ദിരാഗാന്ധി സർക്കാർ നടപ്പാക്കി. മാധവറാവു സിന്ധ്യ എന്ന ഗ്വാളിയറിലെ മഹാരാജാവ് അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. നേരത്തെ പോലെ ഇതിലും നാനി പൽക്കിവാല തന്നെയായിരുന്നു പെറ്റീഷണറിന്റെ അഭിഭാഷകൻ. ആ നിയമവും സുപ്രീം കോടതി നള്ളിഫൈ ചെയ്തു. പക്ഷേ അവിടെയും ഇന്ദിരാഗാന്ധി നോട്ട് ചെയ്തത് മറ്റൊരു ആസ്പെക്ട് ആയിരുന്നു. അതിലും 11 ജഡ്ജിമാരുടെ ബെഞ്ചിൽ 6 ജഡ്ജിമാരുടെ മെജോറിറ്റി ജഡ്ജ്മെന്റ് എഴുതിയ ബെഞ്ചിനെ ലീഡ് ചെയ്തത് ജസ്റ്റിസ് ജെ സി ഷാ ആയിരുന്നു. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹിദായത്തുള്ളയും മറ്റൊരു ജഡ്ജിയും ആ മെജോറിറ്റിയോട് സെപ്പറേറ്റ് ഒപ്പീനിയൻ വഴി കൺകർ ചെയ്തു. 2 ജഡ്ജിമാർ എതിരഭിപ്രായം പറഞ്ഞു. അങ്ങനെ ജസ്റ്റിസ് ജെ സി ഷായുടെ പേര് ഇന്ദിരാഗാന്ധി മനസ്സിൽ കുറിച്ചിട്ടു. ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള കുറച്ചു നാൾക്ക് ശേഷം വിരമിക്കുകയാണ്. ഏറ്റവും മുതിർന്ന ജഡ്ജി ജസ്റ്റിസ് ജെ സി ഷായാണ്. ഇന്ദിര സർക്കാർ ഒരു തീരുമാനമെടുത്തു, ജസ്റ്റിസ് ജെ സി ഷായെ സൂപ്പർസീഡ് ചെയ്യാം. പക്ഷേ ജസ്റ്റിസ് ഹിദായത്തുള്ള ആൾറെഡി ജസ്റ്റിസ് ജെ സി ഷായുടെ പേര് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. അന്ന് ഇന്ത്യയിൽ ഒരു ഇന്റർനാഷണൽ ലോയേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റിസ് ഹിദായത്തുള്ള ഇന്ദിരാഗാന്ധിക്ക് ഒരു പ്രത്യേക ഉപദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തു. ഈ സമയത്ത് ഇങ്ങനൊരു തീരുമാനമെടുത്താൽ സുപ്രീം കോടതിയിലെ ബഹുഭൂരിപക്ഷം ജഡ്ജിമാരും ഒരുപക്ഷെ രാജിവെച്ചേക്കാം. അത് ഇന്ത്യയുടെ യശസ്സിന് വല്ലാത്ത കോട്ടം തട്ടും. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണം. ആ ഒറ്റ കാരണം കൊണ്ട് ഇന്ദിരാഗാന്ധി അന്ന് ജെ സി ഷായെ സൂപ്പർസീഡ് ചെയ്യാതെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ജെ സി ഷാ പിന്നീട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി. 1973 ഏപ്രിൽ 24 സമയം രാവിലെ 11 മണിയോട് അടുക്കുന്നു. ന്യൂഡൽഹിയിൽ സുപ്രീം കോടതിയിലെ സെൻട്രൽ കോർട്ട് റൂം, അതായത് ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുറി, അഭിഭാഷകരാൽ നിറഞ്ഞിരിക്കുകയാണ്. കോടതി മുറിയുടെ എൻട്രൻസും വരാന്തയും ഇടനാഴിയും ഒക്കെ അഭിഭാഷകരാലും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പത്രപ്രവർത്തകരാലും സാധാരണക്കാരാലും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. പൊതുവെ ജിജ്ഞാസഭരിതമായ അന്തരീക്ഷമാണ് എങ്ങും. വളരെ വ്യക്തമാണ്, സുപ്രീം കോടതിയിൽ വളരെ സുപ്രധാനമായി എന്തോ ഒന്ന് നടക്കാൻ പോകുന്നു. അതെ, സുപ്രീം കോടതി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിഖ്യാതമായ ഭരണഘടനാ കേസിന്റെ വിധി പറയുവാൻ പോവുകയാണ്. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഹിസ് ഹോളിനസ് കേശവാനന്ദ ഭാരതി ശ്രീപാദ ഗൽവാരു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിന്റെ നമ്മൾ ഏപ്രിൽ 24 തന്നെ തുടരുകയാണ്. സുപ്രീം കോടതിയിലെ സെൻട്രൽ കോർട്ട് റൂം. സുപ്രീം കോടതിയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വിശാലമായ ഭരണഘടനാ ബെഞ്ച് കോർട്ട് റൂമിൽ ഉപവിഷ്ടരായി. ചീഫ് ജസ്റ്റിസ് SM സിക്രി അധ്യക്ഷനായുള്ള 13 അംഗങ്ങളുള്ള ഭരണഘടനാ ബെഞ്ച്. ജസ്റ്റിസ് സിക്രിയെ കൂടാതെ ജഡ്ജിമാരായ ജസ്റ്റിസ് JM ശൈലത്ത്, KS ഹെഗ്ഡെ, AN ഗ്രോവർ, AN റേ, P ജഗൻമോഹൻ റെഡ്ഡി, DG പലേക്കർ, HR ഖന്ന, KK മാത്യു, MH ബെഗ്, SN ദ്വിവേദി, AK മുഖർജി, YV ചന്ദ്രചൂഡ് ഇവരായിരുന്നു മറ്റുള്ള ജഡ്ജിമാർ. 13 ന്യായാധിപന്മാർക്കായി 11 വിധിന്യായങ്ങൾ വായിക്കപ്പെട്ടു. ജസ്റ്റിസ് JM ശൈലത്തും AN ഗ്രോവറും ഒരു സംയുക്ത വിധി വായിച്ചു. ജസ്റ്റിസ് KS ഹെഗ്ഡെയും AK മുഖർജിയും മറ്റൊരു സംയുക്ത വിധി വായിച്ചു. ബാക്കിയുള്ള 9 ന്യായാധിപന്മാരും അവരവരുടേതായ സെപ്പറേറ്റ് ആയിട്ടുള്ള വിധിന്യായങ്ങൾ വായിച്ചു. ഈ വിധിന്യായങ്ങളെല്ലാം വായിച്ചതിന് ശേഷം കോടതിയിൽ നിലനിന്നത് അട്ടർ കൺഫ്യൂഷൻ ആയിരുന്നു. അൾട്ടിമേറ്റ്ലി എന്തായിരുന്നു കോടതിയുടെ ഫൈൻഡിങ്? 2 പെറ്റീഷണറിന്റെയും റെസ്പോണ്ടന്റിന്റെയും സൈഡിൽ അണിനിരുന്നിരുന്നത് ഇന്ത്യയിലെ തന്നെ എക്കാലത്തെയും മികച്ച അഭിഭാഷകരായിരുന്നു. പെറ്റീഷണർക്ക് വേണ്ടി അപ്പിയർ ചെയ്തതിൽ ലീഡ് കൗൺസിലായിരുന്നത് നാനി പൽക്കിവാല ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രഗത്ഭനായ അനിൽ ദിവാൻ, സോളി സൊറാബ്ജി, ദാദാ ചാൻജി തുടങ്ങിയവർ. റെസ്പോണ്ടന്റ് സൈഡും ഒട്ടും മോശമായിരുന്നില്ല. ലീഡ് കൗൺസിലായി റെസ്പോണ്ടന്റ് സൈഡിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിയമത്തിന് എക്കാലത്തെയും മഹത്തരമായ ഒരു ഭാഷ്യം എഴുതിയ, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്ക് എക്കാലത്തെയും മഹത്തരമായ ഒരു ഭാഷ്യം അല്ലെങ്കിൽ വ്യാഖ്യാനം എഴുതിയ
എച്ച് എം സിർവായി, മഹാരാഷ്ട്രയുടെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന എച്ച് എം സിർവായി ആയിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് ഓഫ് കേരളയെ റെപ്രസെന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അന്നത്തെ അറ്റോർണി ജനറൽ ആയിരുന്ന നിരൺ ദേ യൂണിയൻ ഓഫ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ ഓരോ സ്റ്റേറ്റുകൾക്കും അവരവരുടേതായ അഡ്വക്കേറ്റ് ജനറൽമാർ റെപ്രസെന്റ് ചെയ്യാനുണ്ട്. പക്ഷേ എന്തായിരുന്നു കോടതിയുടെ കൺക്ലൂഷൻ എന്ന കാര്യത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു. ഇന്നും ഇക്കാര്യത്തിൽ നിയമജ്ഞരുടെ ഇടയിൽ ഭിന്നാഭിപ്രായമാണ്. ചിലർ പറയുന്നത് പെറ്റീഷണർ ഈസ് ടു റെസ്പോണ്ടന്റ് റേഷ്യോ 7:6 ആണെന്നാണ്. ചിലർ പറയുന്നു അങ്ങനെയല്ല, 6:6:1 എന്നാണ്. എന്നാൽ ഇത് രണ്ടുമല്ല, 6.6:6.4 ആണ് എന്നാണ് പ്രഗത്ഭ അഭിഭാഷകരായ സോളി സ്വരാജിയും അരവിന്ദ് ദത്താറും നാനി പൽക്കിവാല ദ കോർട്ട് റൂം ജീനിയസ് എന്ന അവരുടെ വിഖ്യാതമായ പുസ്തകത്തിൽ പറയുന്നത്. എന്തായാലും അതിനുശേഷം, ആ പ്രൊനൗൺസ്മെന്റിന് ശേഷം സുപ്രീം കോടതിയിൽ അരങ്ങേറിയത് അന്നുവരെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ മറ്റൊരു കോടതികളുടെയും ചരിത്രത്തിൽ അരങ്ങേറിയിട്ടില്ലാത്ത ചില സംഭവങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതാണ്.